ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മക്കൾ വന്നിരുന്നു. അപ്പം അവരെ ഇൻക്ലൂഡ് ചെയ്തൊരു വ്ളോഗാണ്. ദാറ്റ് മീൻസ് എൻ്റെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തൊരു വ്ളോഗാണ്. അപ്പം മക്കളൊക്കെ പോകാറായി. 3-4 ദിവസത്തേക്കിന് വന്നതല്ലേ, തിരിച്ച് പോകാറായി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് അവർക്ക് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒരു അടിപൊളി സ്ഥലത്ത് ഫുഡും കഴിക്കാൻ. ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് അവിടെ. പക്ഷെ മക്കൾ വന്നപ്പം അവർക്ക് ഒന്നുകൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്. അപ്പോൾ അവിടെ ഇട്ട് പോവുകയാണ്. മോളാണ്, ഓഫ് കോഴ്സ് മോള് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആളാണ് മോള്. അപ്പം അവൾക്ക് തന്നെ വണ്ടി കൊടുത്തു, അവൾ ഓടിക്കുകയാണ്. രണ്ടുപേരും വണ്ടി ഓടിക്കുന്നുണ്ട്. ഒരുപാട് സമാധാനമുണ്ട്. നമ്മൾ വെറുതെ കയറി ഇരുന്നാൽ മതി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ദുബൈ ഫെസ്റ്റിവൽ സിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു രക്ഷയില്ല. ഞങ്ങളുടെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ് ആക്ച്വലി. വേറെ ഒരുപാട് ഫേവറേറ്റ് പ്ലേസ് ഉണ്ട്, പക്ഷേ ഇതിൽ ഞങ്ങളുടെ എൻ്റെ ലിസ്റ്റിലുള്ള ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത്. അപ്പോൾ ഈ ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഒരു റഷും ഇല്ലായിരുന്നു, ട്രാഫിക് ഒന്നും ഇല്ലാതെ പോകാൻ പറ്റി. അപ്പം ആ കാണുന്നതാണ് ദുബൈ ഫെസ്റ്റിവൽ സിറ്റി. ഐക്യയാണ് ആ സൈഡിൽ കാണുന്നത്. അപ്പം വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വണ്ടിയിൽ കാര്യങ്ങളൊക്കെ ചിരിച്ചും കളിച്ചും സംസാരിച്ചും ഒക്കെ ഇങ്ങനെ പോകുന്നത്. എന്തായാലും പിറ്റേ ദിവസം ഇവരുണ്ട് പോവുകയാണ്. അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് ആക്ച്വലി. എന്നാലും കിട്ടിയ സമയം സന്തോഷിക്കുക, അത്രയേ ഉള്ളൂ. അല്ല നാളത്തെ കാര്യം ഓർത്ത് ദുഃഖിച്ചിരുന്നാൽ നമുക്ക് ഇന്ന് സന്തോഷിക്കാൻ പറ്റത്തില്ല. കിട്ടിയ സമയം സന്തോഷിക്കുക. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരാനുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ വിചാരിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല, അവരെന്ത് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന്. അല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ ചിലർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഹം കണ്ടിട്ടില്ലേ? അവർക്ക് പ്രയാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അവർ നാളത്തേക്കിന് എന്താ പറയുക, നാളത്തെ ഒരു പോസിറ്റീവ് അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്ന് അവർ പോസിറ്റീവായിട്ടിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും അങ്ങനെ ആലോചിക്കുകയും ചെയ്യില്ല. നാളെ സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ. ഇന്ന് നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന ഈ ഒരു ആയുസ്, ഈ ഒരു നിമിഷം, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഓക്കെ. അപ്പം ദുബൈയുടെ പ്രദേശത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ദുബായ് എന്ന് പറയുമ്പം വലിയ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ്, ഒരു അടിപൊളി സ്ഥലമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേറെ എവിടെയെങ്കിലും കുറേ ഇടത്ത് നമ്മളിങ്ങനെ കറങ്ങാൻ പോകുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ. ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ എൻട്രിച്ചാൽ ഞങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. ദൈവത്തോട് ഒരുപാട് നന്ദിയാണ്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് സത്യത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്? സാരമില്ല. അപ്പോൾ ഞങ്ങൾ ആ പാർക്കിങ്ങിൽ, ദുബൈ ഫെസ്റ്റിവൽ സിറ്റിയുടെ പാർക്കിങ്ങിൽ, ദുബൈ ഫെസ്റ്റിവൽ സിറ്റിയുടെ ആ മോളിൻ്റെ പാർക്കിംഗ് അല്ല ഇതൊരു വാലറ്റ് പാർക്കിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഇട്ടാൽ ഞങ്ങൾക്ക് ഒത്തിരി നടക്കണ്ട. അതായത് നമ്മളിനി ഇതിനകത്ത് ഇഷ്ടം പോലെ നടക്കാൻ പോവില്ല. പിന്നെ എന്തിനാ വെറുതെ നമ്മൾ ഇവിടുന്ന് പാർക്ക് ചെയ്ത് മൊത്തം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മൾ സന്തോഷിക്കും. ഓക്കെ, കിട്ടുന്ന സമയം സന്തോഷിക്കുക. ഈ പുതിയ ആളെ നിങ്ങൾ വിചാരിക്കുക ഇതാരാണെന്ന്. ഇതാണ് എൻ്റെ അനിയത്തിയുടെ മോനാണ്. എൻ്റെ അനിയത്തിയുടെ പറഞ്ഞ എൻ്റെ പപ്പായുടെ പെങ്ങടെ മോനാണ് ഇവൻ. മോൻ്റെ പേര് അമൽ എന്നാണ്. എന്നാൽ ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് അച്ചു എന്നാണ്. പക്ഷെ ഞാൻ വിളിക്കുന്നത് അമലൂട്ട എന്നാണ്. അപ്പോൾ അന്ന് തൊട്ട്, ഞാൻ ചെറുപ്പം തൊട്ടേ അവനെ അങ്ങനെ അങ്ങ് വിളിച്ചുകൊണ്ട്, എല്ലാവരും അച്ചു അച്ചു എന്ന് വിളിക്കുമ്പോൾ ഞാൻ മാത്രം ഒരു വെറൈറ്റി ആയിട്ട് അവനെ അമലൂട്ടാന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ എസ്കലേറ്റർ കയറി കഴിക്കുന്ന സ്ഥലത്തോട്ട് പോകണം. മോളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്നിടത്തല്ലല്ലോ റെസ്റ്റോറൻറ്റ്, കുറച്ചകത്തോട്ടൊക്കെ നടക്കണമല്ലോ. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞിച്ചിരി, ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവനൊരു ചമ്മലാണേ. അതിനാണ് അവനിങ്ങനെ ഒരു നാണമുണ്ട്, അവന് ഒരു ചമ്മലുണ്ട്.
എനിവേ അപ്പം നമ്മളങ്ങനെ കഴിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഈ മോള് കാണാൻ എന്തൊരു ഭംഗിയാണ്, കുറേ ലൈറ്റ്സും കുറേ കളർഫുള്ളും, എന്തൊരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക്. എനിവേ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോന്ന് ചൂണ്ടി, അത് കണ്ടോ വച്ചോ, ഇത് കണ്ടോ റീച്ചോ, ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊരു പുതുമയൊന്നുമല്ല, പക്ഷേ ഓരോ ദിവസം കാണുമ്പോൾ പുതുമകൾ തോന്നും. അങ്ങനെ ഇങ്ങനെ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണ് കാണാൻ, നിങ്ങൾ കാണുന്നുണ്ടോ? എന്തൊരു ഭംഗിയാണ്, പലതരം കളേഴ്സും പലതരം ലൈറ്റ്സും ഒക്കെ ആയിട്ട്. ഇപ്പം മോളിനകത്താകുമ്പം രാത്രി ഏതാ പകലേതാന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നോട് കുറച്ച് പേര് പറഞ്ഞു എൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്, ഇനിയും വീഡിയോ ചെയ്യുമ്പം ഞാൻ തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, നിങ്ങളുടെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഇങ്ങനെ ബളബളാന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഇതൊരു പഴയ കാലത്തെ വണ്ടിയാണ്, പഴയ വണ്ടി കാണാൻ രസമുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇപ്പം പിള്ളേരോ റീച്ചാനോ ആരോ എടുക്കുന്നത് PF ജംഗ്ഷനിലാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ PF ജംഗ്ഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്, നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവിടെ ചോപ്പ് സ്റ്റിക്ക് ഉണ്ട്, അതുകൊണ്ട് കഴിക്കാൻ അറിയത്തില്ല. അത് മാത്രമേ ഉള്ളൂ. എപ്പോൾ പോയാലും അത് പഠിക്കാൻ ശ്രമിക്കും, പക്ഷേ വായി വരെ എത്തില്ല, പകുതിക്കിട്ടത് താഴെ പോയി. അതുകൊണ്ട് കൂടുതൽ ഇതൊന്നും കാണിക്കാൻ നിൽക്കത്തില്ല. ഒരു ഫോർക്കും സ്പൂണും ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷവതിയായി. അപ്പം ചെന്നിരുന്നപ്പം ഒരു മെനു ഒക്കെ കൊണ്ടു തന്നു. ഞങ്ങൾ മെനുവിലെ കാര്യങ്ങളൊക്കെ നോക്കിയാണ്. അപ്പം പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ ഓർഡർ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്, എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടതെന്ന്. അപ്പോൾ അവർ ഓർഡർ എടുക്കാമെന്നു. മോളാണ് ഞങ്ങളുടെ കൂടെ എപ്പം വന്നാലും, അവളാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഓർഡറൊക്കെ കൊടുക്കാൻ പഠിക്ക്. അപ്പം മോളാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ബാധകമേ അല്ലെന്ന രീതിയിൽ റീച്ചാൻ ഇരിക്കുന്നേ. അത് ഓഫ് കോഴ്സ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയാലും ഇങ്ങനെ തന്നെ. ഞാനും റീച്ചാനും കൂടെ ഫുഡ് കഴിക്കാൻ പോയാലും റീച്ചാൻ ആ സ്ഥലത്തെ ആളേ അല്ല. എനിക്ക് ഉത്തരവാദിത്വം മൊത്തം ഫുഡ് പറയുന്നതും ഒക്കെ. കാരണം റീച്ചാൻ്റെ വിചാരം റീച്ചാൻ പറഞ്ഞ ചിലപ്പോൾ അത് നല്ലതല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഓൾവേസ് റീച്ചാൻ സെലക്ട് ചെയ്യുന്നതെല്ലാം സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. കണ്ടോ, ഞാൻ ആഡംബരത്തിനൊന്നും നിൽക്കാതെ ഫോർക്ക് എടുത്ത് ആ പ്രോൺസ്, അത് ഡൈനാമിക് ഷ്രിംസാണ്, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണ്ടായല്ലോ, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. എനിക്കിപ്പോഴും അത് പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങളത് കഴിക്കുകയാണ്. പിള്ളേർ പക്ഷേ ഇതും കൊണ്ടൊന്നുമല്ല കഴിക്കുന്നത്, ചോപ്പ് സ്റ്റിക്ക്. അതുകൊണ്ട് എങ്ങനെ കഴിക്കുന്നത്? ഞാനാണെങ്കിൽ ഉപയോഗിക്കാൻ എടുത്തിട്ടത് ഒരു സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ഞങ്ങളൊരു ഡ്രിങ്ക്സാണ് പറഞ്ഞത്, ഒരു എന്താ പറയുക, മാംഗോ വിത്ത് പാഷൻ ഫ്രൂട്ട്. ഒരു രക്ഷയില്ലെന്ന്, എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. ഈ ഫുഡിൻ്റെ കൂടെ അതുകൂടെ കുടിക്കുമ്പം ഒരു സമാധാനം, എന്തൊരു സമാധാനം, ഒരു ഫീലിംഗ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ അവർ ഞങ്ങൾക്ക് സെർവ് ചെയ്യുവാണ്. ഞങ്ങൾ ഒഴിച്ചാൽ ചിലപ്പം കറക്റ്റ് ആയില്ലയോ, അളവ് കറക്റ്റ് ആകത്തില്ലയോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പുള്ളി തന്നെ ഒഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തരികയാണ്. മോള് ചോപ്പ് സ്റ്റിക്കും കൊണ്ടൊക്കെ കഴിക്കുന്നുണ്ടോ? ഈസിയാണ്, അതൊക്കെ ഈസി ആയിട്ട് എടുത്ത് കഴിക്കുന്നതാണ്. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ കഴിക്കാൻ പറ്റണമെന്ന്. എനിവേ ഞങ്ങൾ ഓരോ സാധനങ്ങളും അങ്ങളായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ഫുഡ് ഇപ്പം വരും. ഞാൻ കുടിക്കാനെടുത്തു. തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. തണുപ്പൊക്കെ കഴിച്ചാൽ ആക്ച്വലി ഈ ത്രോട്ടൊക്കെ ചിലപ്പം പ്രശ്നമൊക്കെ ആകും. പക്ഷെ എന്നാലും വേണ്ട, മോൻ അത് ഞാൻ പറഞ്ഞൊന്ന് എടുത്ത് കാണിക്കാൻ. മോളെടുത്ത് സൂപ്പറായിട്ടുണ്ട്, വായിലോട്ടിടുന്നുണ്ട്. ഇത് ഞാൻ എടുത്താൽ ആ പ്ലേറ്റ് വരെയും പോലും എത്തില്ല, പകുതിക്കിട്ട് താഴെ പോകും. എന്തിനാ പിന്നെ ആവശ്യമില്ലാത്ത പണിക്കുന്നത്? എൻ്റെ ജോബ് സ്റ്റിക്കർ റെസ്റ്റ് എടുക്കുക, എന്നെ ആരും ബുദ്ധിമുട്ടിക്കില്ലേ എന്നും പറഞ്ഞാൽ അതുകൊണ്ട് അത് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോർക്ക് എടുത്ത് കഴിക്കുന്നു, ഫോർക്കിൽ എടുത്ത് കഴിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡൈനാമിക് ഷ്രിംസ് ഏകദേശം തീർന്നു. ഞങ്ങൾ അടുത്ത ഡിഷിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് അടിപൊളിയാണ്, മംഗോളിയൻ ബീഫ്, സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. ഇതാണ് എന്താ പറയുക, ഫയർ ക്രാക്കർ ഷ്രിംസ്, അടിപൊളി ടേസ്റ്റ്. ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്റ്റേക്ക്, റിബ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ്. പിള്ളേർക്ക്
മോക്കും റേച്ചാനും ഷ്രിംസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മോന് ചിക്കനാണ്, അവന് ഈ ഷ്രിംസ് അങ്ങനത്തെ റിബ്സൊക്കെ പിള്ളേർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് എന്തോരോ ടേസ്റ്റായിരുന്നറിയോ, ഫ്രൈഡ് ബ്രേസ്ഡ് റിബ്സ്. അടിപൊളി ടേസ്റ്റാണ്. ഇവരൊന്നും ഇത് കഴിക്കില്ല. ഞാനാണെങ്കിൽ ഇത് കഴിക്കും. ആ ഒരു പീസ് റിബ്സും ഇച്ചിരി റൈസും കൂടെ വായിലോട്ടിട്ടപ്പോൾ എൻ്റെ ദൈവമേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എന്തൊരു ഫ്ലേവർ, അടിപൊളി ഫ്ലേവറായിരുന്നു. എന്തൊരു ടേസ്റ്റായിരുന്നു. കണ്ടോ എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാം. ഇവരൊന്നും ഇത് കഴിക്കില്ല. എല്ലാവർക്കും ഞാൻ റേച്ചാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. റേച്ചാൻ കഴിക്കില്ല അത്. അതുകൊണ്ട് പിന്നെ റേച്ചാന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം പിള്ളേർക്ക് 3 പേർക്ക് ഓരോ പീസേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, കൂടുതൽ വേണ്ട, അവർക്ക് അവരുടെ സാധനം ഉണ്ടല്ലോ, പിന്നെ എൻ്റെ എന്തിനാ അവർ. അങ്ങനൊന്നുമില്ല. എന്നാലും എനിക്കിഷ്ടമുള്ള സാധനമാണ്. എനിക്ക് ഒത്തിരി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. വേറെ എന്ത് കൊടുക്കാം, പക്ഷേ എനിക്ക് ഈ സ്റ്റേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ അങ്ങനെ. പക്ഷേ ഇവർക്കൊന്നും അത് വലിയ താല്പര്യമില്ല. അത് തന്നെ ഫുള്ള് ഞാൻ തന്നെ കഴിച്ച് തീർത്തത്. അങ്ങനെ ഓരോ സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. റീച്ചന് അത് കഴിക്കുകയാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ലോമൈൻ ചിക്കനാണ്. ലോമൈൻ ചിക്കൻ അതും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. മോൻ അതാണ് കഴിക്കുന്നത്. ഇത് സൂഷി, ഷ്രിംസ് സൂഷി. അടിപൊളിയായിരുന്നു കേട്ടോ, ടേസ്റ്റായിരുന്നു. മോക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂഷി. ആക്ച്വലി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറിയൻ ഫുഡ്, കൊറിയൻ സാധനങ്ങളോടും കൊറിയൻ സിനിമകളോടൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മക്കൾ പോകാൻ കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒന്നും വാരിക്കോരി അല്ല, അവർക്ക് അത്യാവശ്യം വേണ്ടത് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അതുവഴിയൊക്കെ നടന്ന് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നടക്കുമ്പോൾ ഒരു സുഖവും കിട്ടും. ആക്ച്വലി നമ്മുടെ എന്താ പറയുന്നത്, സ്റ്റൊമക്ക് ഭയങ്കര ഹെവി ആയിട്ടിരിക്കുന്നതൊന്ന് ലൈറ്റ് ആകും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോക്ക് 1-2 സാധനങ്ങൾ മേടിക്കണം, മോനും മേടിക്കണം. അപ്പോൾ അവർക്ക് 2 പേർക്കും മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇങ്ങനെ പോകുന്നു. ഷോപ്പിംഗ് മോളിലൂടെ എല്ലാവരെയും കണ്ടും കേട്ടും ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ സാധനങ്ങൾ നോക്കിയെടുത്തും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ സൈഡിലൊക്കെ കുറേ എന്താ പറയുന്നത്, പെർഫ്യൂം കടകളുണ്ടല്ലോ. അവരിങ്ങനെ പെർഫ്യൂം പേപ്പറിനകത്താക്കി നമുക്കിങ്ങനെ സ്മെല്ല് ചെയ്യാൻ തരുവേ. പക്ഷേ എനിക്കത് പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം അല്ലാതെ വേറെ ഏത് പെർഫ്യൂം ആയാലും എനിക്ക് തലവേദന എടുക്കും. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു പെട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു ഷോപ്പിലൊന്ന് കയറിയതാണ്, ജഷൻ മോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി നോക്കിയതാണ്. ഇത് കണ്ടോ, ഇത് ട്രോളി, പെട്ടി വിത്ത് ട്രോളിയാണ്. അതിന് പേരുണ്ടാവും, എനിക്ക് പേരറിയില്ല. അറിയിച്ചാനും പിള്ളേരും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എനിക്കിത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ അതൊക്കെ പറഞ്ഞ് അവർ മേടിച്ച് തരട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, മേടിച്ച് തന്നാൽ ഞാൻ ഓടിക്കും, പക്ഷെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മോള് ഡാഡിയെ മുന്തിക്കൊണ്ട് പോവുകയാണ് പുറത്തോട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഒക്കെ കണ്ട് കേട്ട് ഒക്കെ അവിടെ നിന്ന് ഞങ്ങളങ്ങ് ഇറങ്ങി. ഇതിനകത്തൊക്കെ കയറിയാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടും. ഈവൻ ഞാൻ മേടിക്കുന്നതിനേക്കാളും കൂടുതലാണ് റീച്ചാൻ മേടിക്കുന്നത്. എന്നെക്കാട്ടിലും ഒന്നുകൂടെ സെലക്ഷൻ സ്കില്ലുള്ളത് എനിക്കൊന്ന് റീച്ചാനാണെന്ന്.
റീച്ചൻ കുറേ ഇങ്ങനെ വീട്ടിലെ ഐറ്റംസ് ആയാലും എല്ലാം ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കില്ല. കൊച്ചെന്നെ വിളിക്കുക, വേഗം വാ വേഗം വാ അമ്മ, അമ്മയുടെ കൈ പിടിച്ച് എനിക്ക് നടക്കണം, വേഗം വാ, ഫോണ് നിർത്തിയിട്ട് വരാം. പക്ഷെ നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നിർത്താനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. ഇത് എത്ര ദിവസത്തിനുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അന്നേരം ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതൊക്കെ എടുക്കാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ വേറെ അപ്പം കോസ്ത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോപ്പാണ്. കോസ്ത കോഫി എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഫുഡ് കഴിച്ച് നിറഞ്ഞിരുന്നതുകൊണ്ട് അവിടെ നിന്ന് പോയി. പിന്നെ അവിടെ ഇങ്ങനെ ഒരു കറങ്ങുന്ന ഒരു ലൈറ്റിൻ്റെ ഐറ്റമാണ്. ബ്രൈച്ചനോട് പറഞ്ഞാൽ അതൊന്ന് കവർ ചെയ്ത് നല്ല രസമില്ല അത് കാണാനൊക്കെ. അതിന് നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. റീച്ചന് അതിനകത്ത് എന്തോ ഒരു പുതുമ തോന്നി, എനിക്കും കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ ജസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മോൾക്ക് ഇഷ്ടമുള്ള ഒരു ഷോപ്പിലെത്തി. മാർക്ക് ആൻഡ് സ്പെൻസർ. ഇവിടെ നിന്നാണ് കൂടുതലും ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓരോ ഷോപ്പിലും അങ്ങനെ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പം അവൾക്ക് അവിടുത്തെ കറക്റ്റ് ഫിറ്റിംഗ് ആണ് അവൾ പറയുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത മോനും വേണമല്ലോ, അപ്പം അടുത്ത സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രസമാണ്, പിള്ളേരൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാൻ രസമാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത നൈക്കിൻ്റെ ഷോറൂമിലേക്കാണ് കയറിയത്. നൈക്ക് എൻ്റെ മോന് വളരെ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. അവൻ്റെ ഷൂ എല്ലാം നൈക്കാണ്, അവനിഷ്ടമാണത്. അപ്പോൾ അവിടെ കയറി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല, കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മനസ്സിൽ പിടിക്കുന്നതല്ലേ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ചുമ്മാ വല്ല മോടിൽ പോയി മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല. കയറി മോളും മോനും ഒക്കെ നോക്കി, അമലൂട്ടിനും നോക്കി. ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യം ഉണ്ടായില്ല. എല്ലാം കണ്ട് കേട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, എല്ലാം കണ്ടു നോക്കി. മോനും ഇവർ കണ്ടോ പെർഫ്യൂം, അത് ഞാൻ പറയുകയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അവനെ തട്ടി ഞാനത്, കാരണം എനിക്ക് അതിൻ്റെ അങ്ങനത്തെ മണമൊന്നും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ പറയുവാണ്, വെറുതെ എന്തിനിങ്ങനെ സമയം കളയുന്നത്, നമുക്ക് പോവാം, ഈ സമയം ഇല്ലാത്തടത്ത് എന്തിനാണ് നമ്മളിങ്ങനെ കളയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയാണ്. പിന്നെ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി അഡിഡാസിൽ കയറി. അടുത്ത് മോൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അവളുടെ ഷൂ
ചില ഷൂ ഒക്കെ അഡിഡാസാണ്. അപ്പോൾ അവിടോട്ട് കയറി അവിടെയും നോക്കി, അവിടെയും ഇഷ്ടപ്പെട്ടതൊന്നും ആക്ച്വലി കണ്ടില്ല. കാരണം നമ്മൾക്ക് പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അത് അവിടെ. പിന്നെ പുതിയത് വന്നൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിള്ളേർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ എന്ത് കണ്ടാലും ഇഷ്ടപ്പെടുന്ന പോലെയല്ലല്ലോ. ഇവരുടെ ഈ ചെരുപ്പൊക്കെ അടിപൊളി, നല്ല കംഫർട്ടബിളാണ്. അപ്പം ഷൂ നോക്കിയാണ്. അപ്പം മോള് പറയുന്നത് അവിടെ എന്തോ കാണിച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ പോവുകയാണ്. അപ്പം അപ്പനും മോളും ഇങ്ങനെ നടന്നോളും. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ്ങും ഷോപ്പിങ്ങും കഴിപ്പും കുടിപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. നടന്ന് ക്ഷീണിച്ച് അവശരായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തെ വെട്ടവും വെളിച്ചമൊക്കെ കണ്ട് ഇറങ്ങി. ഇനി വണ്ടിയിലോട്ട് ഏതെങ്കിലും വണ്ടി എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടേക്കും ആയതുകൊണ്ട് അധികം നടക്കേണ്ടതായിട്ട് വന്നില്ല. അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വണ്ടിയുടെ അവരെവിടോ കളിച്ച് ചിരിച്ച് അങ്ങോട്ട്. മോനാണെങ്കിൽ കൊച്ചവനുള്ളത് കൊണ്ട് അവൻ്റെ കൂടെ പോന്നു. ഞാനിങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത്, ക്യാമറ ഇല്ലെങ്കിൽ റീച്ചൻ്റെ കയ്യെ തൂങ്ങിയേ ഞാൻ നടക്കത്തുള്ളൂ. അതെനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്, കംഫർട്ടബിളാണ്. പക്ഷേ ഇന്ന് ക്യാമറ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അത് നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ എന്നെ തന്നെ എടുക്കുകയാണ്. ആരും എടുത്തില്ലല്ലോ, എല്ലാവരും പോയില്ലേ. അപ്പം ഞാനെന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്, ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. ആക്ച്വലി പിറ്റേ ദിവസം മക്കൾ പോകുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾ മൈനയെ കണ്ടേ. ആ ഒരു മൈനയുടെ തലയിൽ തൂവലില്ല. എനിക്ക് പാവം തോന്നി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം ഞാൻ 2 for Joy ഒക്കെ പറഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 മൈനയെ കണ്ട 2 for Joy. ഒരു മൈനയെ കണ്ട അന്ന് ഭാഷയുടെ വിഷമവും അടിയും ഒക്കെ കിട്ടുന്ന എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ. പക്ഷേ ഇന്നും അത് ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇന്നും ഞാൻ എവിടെയെങ്കിലും പോകുമ്പം മൈനയെ കണ്ട 2 for Joy എന്ന് പറയും. അത് കേട്ടിപ്പോൾ റീജന് 2 for Joy എന്ന് പറയും. എനിക്കത് ഭയങ്കര ചിരി വരും. അപ്പം ഞാനിങ്ങനെ അവരോട് പറയാണ്, ഇനി ഞാൻ കുറച്ച് നടക്കാൻ, നിങ്ങൾ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് റീച്ച് ഓടി വരുവാണ്. പാവം, എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടി ഓടി വരികയാണ്. അപ്പം ഞാനിങ്ങനെ ഇലയിലും ഒക്കെ പിടിച്ച് എന്തോ എനിക്ക് തന്നെ ചിലപ്പോൾ ചിരി വരും കേട്ടോ. ഇങ്ങനെ നടന്നു പോവുകയാണ്. സത്യത്തിൽ ആവശ്യമായി ഈ നടന്ന് ഇന്ന് മൊത്തം നടന്ന് ആവശ്യമായി. എന്നാലും പിള്ളേരുടെ സന്തോഷം നമ്മുടെ സന്തോഷം. അപ്പം ഇതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി വണ്ടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ടാറ്റാ ബായ്. അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. എല്ലാവരും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ബായ്. അപ്പം ഇനി അടുത്ത ഒരു പുതിയ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ.